പ്രകൃതിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ആരും കാണാത്ത മലകൾ വല കെട്ടിപ്പിടിച്ചതുപോലെ ഇരിക്കുന്ന മലമുകൾ കാണാൻ ഒരു യാത്ര. ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജോഞ്ചോ ട്രാവൽമെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മീലാനടുത്തുള്ള മോസ്കോ വ്യൂ പോയിന്റിലാട്ടോ. വേണ്ട, ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റും മൊത്തം ഇത് ഈ റോഡ് സൈഡ് മൊത്തം മരങ്ങൾ വെച്ച് നല്ല നല്ല ഭംഗിയാട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല കാറ്റും ചെറിയൊരു മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതേ കാണുന്ന കേട്ടോ തേയിലപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. തേയിലപ്പാറ ഇവിടെ നല്ലൊരു മഴ വരുന്നുണ്ട്, അടിപ്പം മഴയാണ് വരുന്നത്, നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സസ്പെൻസായി ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ എല്ലാവരെയും കണ്ണുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാം. നല്ല അടിപൊളി സ്ഥലമാണ്. ആരും കുറേ നടന്നു കയറി പോകണം. അപ്പോൾ ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളെല്ലാം എൻ്റെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അതുപോലെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇതാട്ടോ നമ്മൾ ആ സസ്പെൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുള്ള ജംഗ്ഷൻ. ഇതാണ് മേച്ചാൽ എന്ന് പറയുന്നത്. മേച്ചാൽ ജംഗ്ഷനാണ് ഇത്. ഇവിടം വരെയാണ് ബസ്സൊക്കെ വരുന്നത്. അതുപോലെ സ്കൂളൊക്കെ ഈ പള്ളിയുടെ പുറകിലാട്ടോ. അപ്പം നമുക്ക് ഇവിടെ വന്നാൽ നല്ല ഒരു അടിപൊളി കാഴ്ച കേട്ടോ നമ്മുടെ ഈ മേച്ചാൽ എന്ന് പറയുന്നത്. ഇത് നല്ല സുന്ദരമായ സ്ഥലമാണ്. ഇവിടുന്ന് നോക്കിയാൽ മൊത്തം മലനിരകളും നല്ല നമ്മുടെ ഇടുക്കി ചെന്നാൽ ടൗണിലൊക്കെ നിന്നാൽ ഓരോ സ്ഥലങ്ങൾ കാണില്ലേ, മല ഏരിയ ഇങ്ങനെ കയറി ഇറങ്ങി അതുപോലത്തെ നല്ലൊരു സ്ഥലമാട്ടോ ഇവിടെ. ഞാൻ ഈ വഴിയാണ് ഇല്ലിക്കക്കല്ല് പോകുന്ന വഴി കേട്ടോ. ഇത് മെയിൻ വഴി ആണ് ഇത്. അതുപോലെ നമ്മുടെ അടിപൊളി ഒരു പള്ളി, നല്ല എന്താ പറയുക, ഇവിടത്തെ കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകളില്ല, അത്രയും നല്ല ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുന്ന് ഈ കുറച്ച് താഴെ നിന്ന് ഇറങ്ങി കേട്ടോ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോകേണ്ടത്. ആ വഴി ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്ര നല്ല സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് ഇതൊക്കെ നമുക്ക് കണ്ടു പോകാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ അവിടെ നിന്ന് ആ വലത്തേക്ക് കാണുന്ന വഴിയാണ് കടപ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. അതുപോലെ നമുക്ക് പോകാനുള്ള വഴി ഈ ഇടത്തേക്ക് കേട്ടോ. ഈ ഇടത്തേക്കുള്ള വഴിക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. അതുപോലെ ഇവിടെ പള്ളിയുണ്ട് കേട്ടോ. ഈ പള്ളിയുടെ സൈഡിൽ കൂടി കേട്ടോ ആ വഴി കയറി പോകുന്നത്. ഇവിടം വരെയാണ് വണ്ടി കയറി വരുള്ളൂ. ഇവിടുന്ന് ഇനി നമ്മുടെ നടത്തം ആരംഭിക്കുക. ഈ കാണുന്ന വഴിയൊക്കെ പഴയ കാലത്തെ നാട്ടുവഴികളാണ്. അപ്പോൾ ഇങ്ങനത്തെ വഴിയിൽ കൂടിയാണ് കാർന്നവന്മാരൊക്കെ നേരത്തെ ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊന്നും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ മലമുകളിലും പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടിയൊക്കെയായിരുന്നു അന്നത്തെ ആ ദുരിത യാത്രകൾ. അപ്പോൾ കൂട്ടുകാരെ, ഇതുണ്ടോ എൻ്റെ പുറകെ ഇതേ ഇവിടെ നോക്കി എത്ര മലകൾ കാണാമെന്നറിയോ. അതുപോലെ ഞങ്ങൾ കുറേ നടന്ന് കയറി കേട്ടോ. അതുപോലെ ഞങ്ങൾ ഈ കയറി വരുന്ന വഴി കണ്ടോ, നല്ല വലരികളും വെള്ളച്ചാട്ടങ്ങളും നല്ല സമൃദ്ധമായ വഴിയാട്ടോ ഇത്. അതായത് ഈ വഴി എന്ന് പറയുന്നത്
ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ അവർ കയറി വന്നുകൊണ്ടിരുന്ന വഴി കേട്ടോ. ഇപ്പോൾ അവർ സൗകര്യത്തിന് വേണ്ടി താഴെ റോഡ് സൈഡിലേക്കൊക്കെ അങ്ങ് മാറി. ഇത് ശരിക്കും ഒരു മല ഏരിയ കേട്ടോ. ഇത് ഒരു രക്ഷയില്ല ഇത്. അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ട ഒരു ചെറിയൊരു മരം കേട്ടോ. ഇത് ഈ ഇല എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇത് ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ പിള്ളേർക്കൊക്കെ അറിയാമെന്ന് അറിയത്തില്ല കേട്ടോ. പഴയ കാലത്ത് കാർന്നവന്മാരൊക്കെ ഈ വീട് തീർത്തുകൊണ്ടിരുന്ന് കേട്ടിട്ടുണ്ടോ? അത് ഇതിൻ്റെ ഇല വെച്ചാട്ടോ. ഇത് കണ്ടോ ഈ ഇല. ഇത് ഈ മരമൊന്നും കാണാൻ വളരെ കുറവായിരിക്കും കേട്ടോ. വളരെ വിരളമായിരിക്കും. ഇതൊക്കെ വംശനാശമൊക്കെ വന്നു പോകുന്ന മരങ്ങളാണ്. ഇത് ഈ കയറി വരുന്നതിൻ്റെ നടന്ന് കയറി വന്നതിൻ്റെ ചെറിയൊരു ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടേ സംസാരത്തിലെ. ഇതുണ്ടോ? അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ടോ ഈ ചെരിഞ്ഞ് കിടക്കുന്ന പാറയൊക്കെ വേണം കേട്ടോ കയറി പോകാൻ. ഇത് നമ്മുടെ കൂട്ടുകാരെ അങ്ങ് ഇത് കയറി പോകുന്നുണ്ടോ? ഈ ഒരു രക്ഷയില്ലാട്ടോ. ഇതൊന്നും ഇവിടെയൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴികളൊക്കെ കുറവാട്ടോ. വഴി എത്തിപ്പെടണം. ഇവിടെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എത്തിപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഈ മഴയൊക്കെ തൂളുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. ഏതായാലും കുറച്ച് മഴ തന്നെ ഇതിൽ മാറി കിട്ടി. അയ്യോ മടുത്തു. അയ്യോ ഇതാ പാറ. അമ്പേ ഇതാട്ടോ ഇതിൻ്റെ മുകളിൽ വരുന്ന ഏക വീട്. ഈ വീട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ വിജനമായ സ്ഥലങ്ങളാണ്. പിന്നെ ആൾതാമസമൊന്നുമില്ല. പിന്നെ കുറേ പോകണം. ഈ തോട്ടത്തിൽ നിന്ന് തടി വെട്ടി കയറി പോയേക്കുന്ന കേട്ടോ. ഇത് ഇങ്ങോട്ട് റോഡൊന്നും ഇല്ലാത്ത കേട്ടോ. അത് റോഡ് വെട്ടി തടി കയറ്റിക്കൊണ്ട് പോകണ്ടോ ഇവിടുന്ന്. തടിക്കൊക്കെ അതിൽ ലാഭം കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല കേട്ടോ. എന്നുവെച്ചാൽ അത്രയും പണിയാണ് ഇവിടെ. എനിക്ക് വഴിയൊക്കെ കുറവാട്ടോ. കുറേയൊക്കെ വഴി ഉണ്ടാക്കി വേണം കയറിപ്പോകാൻ. ഇത് വെള്ളം ഒഴുകുന്ന പാടുണ്ട്. അതുകൊണ്ടോ വെള്ളച്ചാൽ. അത് ഈ വഴി കേട്ടോ. കുറച്ച് മുമ്പേ ഞാൻ കാണിച്ചത് തടി വെട്ടി കയറിപ്പോയ വഴി ഉണ്ടാക്കി വന്നേക്കുന്ന കേട്ടോ. ഇത് അതായത് നമ്മുടെ മൂലമറ്റം പുത്തേടുന്ന കേട്ടോ ഈ വഴി കയറി പോരുന്നത്. അയ്യോ ഇത് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ ഈ വഴി വെട്ടി വന്നേക്കുന്നത്. പേടിയാവുന്നു. ഞങ്ങൾ ആ വഴി കൂടെ കയറി പോട്ടോ. ഇത് ആദ്യം ഞാൻ എല്ലാവരും പരിചയപ്പെടുത്താൻ മറന്നിട്ടോ. ഇത് ഈ പുറകെ വരുന്നതാണ്. ഇത് ബാബുച്ചേട്ടൻ, പിന്നെ ഒന്ന് കുഞ്ഞുകുട്ടൻ, മണിക്കുട്ടൻ. ഞങ്ങളെല്ലാവരും കൂടിയുള്ള ചെറിയ ഒരു യാത്ര. രാവിലെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ പുറത്ത് മഴയത്ത് പണി കിട്ടി. ഏതായാലും ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ചെറിയ ചാറ്റലുണ്ട്. പക്ഷെ മഞ്ഞൊന്നുമില്ല. നല്ല തണുപ്പും. അതുകൊണ്ട് വലിയ മടുപ്പൊന്നും തോന്നിക്കുന്നില്ല. കുറേ ഇപ്പം തന്നെ ഞങ്ങൾ കുറേ നടന്ന് കയറി കേട്ടോ. ഒരു 1.5 കിലോമീറ്റർ മേളിൽ നടന്ന് കയറി. അപ്പോഴാണ് ഇവിടെ തടി കൊണ്ടുപോകാനായിട്ട് റോഡ് കിട്ടിയേക്കുന്ന കണ്ടത്. പിന്നെ ഇനിയിപ്പം അതിക്കൂടെ നടന്ന് കുറേയും കൂടി മുകളിൽ ചെല്ലണം. അപ്പോൾ ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. സ്ഥലം നമുക്ക് അവിടെ ചെന്ന് കണ്ടതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. എല്ലാം സസ്പെൻസ്. ഞാൻ മടുത്തട്ടോ. ബാക്കി 2 പേരും നടക്കാൻ നല്ല എക്സ്പെർട്ടുള്ളവരാണ്. 2 അല്ല 3 പേരും. ക്യാമറ പിടിക്കാനുള്ള മണിക്കൂട്ടം സൈഡും നമ്മൾ മാത്രമേ ഉള്ളൂ അതിൽ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ട്രാക്ടറെ തടി കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇത്. എന്നാ ലോഡാന്ന് നോക്കി. ഒരു കുഴപ്പമില്ല കേട്ടോ. അനങ്ങാതെ അവൻ കയറി വരുന്നത്.
ദൈവനാട്ടോ പുലി. താഴെ കണ്ണിക്കുന്ന ഒരു പിക്കപ്പ് കയറി ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ തടിയെടുക്കാനായിട്ട്. ഓ എന്താ ഭംഗിയാ, ഒരു രക്ഷയിലാട്ടോ. ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോയെന്ന് ആരെങ്കിലും അറിയാവോ? ഒരു മനുഷ്യൻ കണ്ടു കാണില്ല. ഞാനും ആദ്യമായിട്ട് കാണണം കേട്ടോ ഇത്. അതുപോലെ അതെ ഇവിടെ താഴെ വഴി നന്നാക്കി കയറി വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഹിറ്റാച്ചി ട്രാക്ടർ കയറി പോരാനായിട്ട് അവിടെ വഴിയൊക്കെ നന്നാക്കുന്നുണ്ട്. ഇത് വണ്ടി കയറിയല്ലാത്ത ഭാഗമൊക്കെ അത് ക്ലിയർ ചെയ്താട്ടോ കയറി പോരുന്നത്. അപ്പോൾ കൂട്ടുകാരെ ഇത് ഈ വഴിയാട്ടോ പുത്തേടുന്ന് കയറി വരുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ താഴെ ട്രാക്ടർ കയറി വരുന്നത് ഇതാണ് പുത്തേടുന്ന് കയറി വരുന്ന വഴി. ഇനി അതുപോലെ തന്നെ ഇതിവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പൂർത്തി വന്ന കൂട്ടുകാരോട് ചോദിക്കണമായിരിക്കും. ഇതൊക്കെ എത്ര മനോഹരമായ സ്ഥലമല്ലേ, ആർക്കും അറിയാതെ കിടക്കുന്ന. എന്നുവെച്ചാൽ എല്ലാവർക്കും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണിത്. അങ്ങനെ സഞ്ചാരികൾക്കൊക്കെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇടിമിന്നലൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഇടിമിന്നലേക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഈ വഴിയൊന്നും അറിയാത്തവർ കൂടെ ഇല്ലെങ്കിൽ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാട്ടോ. ഇതിക്കടെ ഒരു കറണ്ട് ലൈൻ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നു താഴെ ഒരു വീടുണ്ടെന്ന്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന കറണ്ട് ലൈനാട്ടോ ഇത്. ഇനി ഞാൻ ആ സ്ഥലം നമുക്ക് പറയാട്ടോ. സസ്പെൻസ് ആയിരുന്ന സ്ഥലം ഇതാണ് വലകെട്ട്. വലകെട്ട് എന്നാണ് ഇതിൻ്റെ പേര്. വലകെട്ട് ടോപ്പാണ് ഇത്. എത്ര സുന്ദരമായ സ്ഥലമാണ്. നമുക്ക് മഴക്കാരൊക്കെ വെച്ച് കയറിയിട്ടുണ്ട്. മഴ പെയ്താൽ ഇന്ന് നനയൂട്ടോ. ഈ മഞ്ഞ്, ഈ കാറ്റ്, നല്ല ചെറിയൊരു കാറ്റുള്ളത് കൊണ്ട് മഞ്ഞ് നിൽക്കുന്നില്ല. അത് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ നമുക്കൊരു പോസിറ്റീവാണ്. എടാ കുഞ്ഞുകുട്ടാ, എടാ ആ റോഡ് കയറി പോകുന്ന എങ്ങോട്ടാ അത്? ആ അപ്പോൾ അത് എവിടെ നിന്ന് കയറി പോകുന്നത്? ഈ നമ്മൾ ഈ നിൽക്കുന്ന റോഡിൽ കൂടെയാണോ അങ്ങോട്ട് കയറി പോകുന്നത്? ഓ അമ്പോ, ആ കുറേ നടക്കാനുണ്ടല്ലേ? അവിടെ ആൾ താമസമുള്ളതാണോ? ആ എല്ലാവരും റോഡ് സൗകര്യം നോക്കി എല്ലാവരും മാറി കാണും. ആ അത് ശരിയാണല്ലോ. എടാ അവിടെ ചെറിയൊരു നീല പടുത കണ്ടോ? ചെറിയൊരു ഡോട്ടായിട്ട് ഉണ്ടോ? വല്ല ആൾക്കാർ അവിടെ താമസമോ അല്ല പുല്ലിയെത്താൻ വരുന്നവരെല്ലാം താമസിക്കുന്ന അവിടെ വന്ന് വിശ്രമിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. കേട്ടോ ഈ ആ കാണുന്ന മലനിര എന്ന് പറഞ്ഞാൽ വാഗമൺ മലനിരയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ ആ മല, അതായത് ആ മലയുടെ ആ ടോപ്പ് കാണുന്നില്ല, ആ ചെരുവ് കാണുന്നില്ല, ആ ചെരുവ് കയറി വരുന്നത്, അതായത് നമ്മുടെ മൂലമറ്റത്തുനിന്ന് പുത്തേട് കൂടി പുള്ളിക്കാനം കൂടി കയറി പോകുന്ന ആ ഒരു വഴിയില്ലേ, അതുപോലെ നമ്മുടെ പുത്തേട് കഴിഞ്ഞ് കുറച്ചെങ്കിൽ എല്ലാം നേരത്ത് 2 വളവൊക്കെ ഇല്ലേ, ആ വളവിൻ്റെ അവിടെ നിന്ന് കയറി വരാം കേട്ടോ. ആ വഴിക്ക് ആ വഴി കേട്ടോ. ഇവിടെ നിന്നൊക്കെ അതൊക്കെ കാണാൻ നേരത്ത് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു. ഇത് എന്തോരം കറങ്ങി കയറി വരുന്ന വഴിയായി, ഓരോ മലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന. ഈ കാണുന്ന മലയാണ് നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള മലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ വന്നാൽ ഇത് മൊത്തം ചുറ്റിയും കേട്ടോ.
അതായത് നമ്മുടെ എന്താ പറയുക, ഇലവിഴ, പൂഞ്ചിറ, വാഗമൺ മലനിര നിൽക്കുന്ന ആ ചെറിയ ഓല പോലെ നിൽക്കുന്നതില്ല, ചുറ്റീന്നുകളാട്ടോ ഇവിടെ മൊത്തം നിരന്ന് നിൽക്കുന്നതിന്. അതുപോലെ തന്നെ ഇതുണ്ട്, നല്ല സുന്ദരമായ നല്ല അടിപൊളി പുല്ലാട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന പുല്ല് ഉണ്ട്. അത് നിരന്ന് നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാന്ന് നോക്കി. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിൽ പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് നശിച്ചു പോകില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ വല്ല മരുന്നടിച്ചോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലൊക്കെ ആണെങ്കിൽ വെട്ടിപ്പറിച്ച് കളയുകയോ ഒക്കെ ചെയ്യും. ഇതൊന്നും എല്ലാ കാലത്തും നമ്മളിത് ഇതിങ്ങനെ തന്നെ നിൽക്കും, നാശങ്ങൾ ഉണ്ടാവാതെ. ഇനി എല്ലാ വർഷവും വേനൽക്കാലത്ത് ഇവിടെയൊക്കെ തീ കയറുന്ന കേട്ടോ. ഈ തീ കയറുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു പുതുമഴയൊക്കെ പെയ്യാൻ നേരത്ത് ഈ പുല്ലൊക്കെ നല്ല ഇരച്ചുണ്ടായി വരും. അത് തന്നെ ഈ ഒരു പ്രത്യേകതയാട്ടോ അത്. ഈ കാണുന്ന വഴി കേട്ടോ, മൂലത്ത് പുത്തേടുന്ന് കയറി പോരുന്ന വഴി കേട്ടോ അത്. ഈ അങ്ങനെ നമ്മളത് മലമുകളിൽ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അതുകൊണ്ടോ സെൻറ്റ് ജോസഫ് കോളേജ് അറക്കുളം കേട്ടോ ആ കാണുന്നത്. അപ്പോൾ എത്ര ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച്. അതുപോലെ മൂലമറ്റം നല്ല ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ചെറിയൊരു വെള്ള കളർ ചെറിയൊരു ഡോട്ടായിട്ട് കാണുന്നത് തുമ്പിച്ച കേട്ടോ അത്. കൂട്ടുകാരെ കേട്ടോ, ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ ഈ മൂലമറ്റത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും മലയോര മേഖലകളിലെ കുന്നിൻ മുകളിൽ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷേ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ. ഇതൊക്കെ വാഗമണ്ണ് വെച്ച് നോക്കാൻ നേരത്ത് വാഗമണ്ണൊന്നും ഒന്നുമല്ല. എന്നുവെച്ചാൽ അത്ര സുന്ദരമായ സ്ഥലമാണിത്. ഇങ്ങോട്ട് കയറി വരാൻ ഇഷ്ടംപോലെ വഴികളൊക്കെ ഉണ്ട്. ഞാൻ 4 വീലർ ഡ്രൈവ് ജീപ്പൊക്കെ കയറി വരുള്ളൂ. പിന്നെ കയറി വരാൻ വഴി പരിചയമില്ലാതെ കയറി വരാനും പറ്റില്ല. അപ്പം ഇതൊക്കെ ഒന്ന് ടൂറിസം പഞ്ചായത്തോ അങ്ങനെയൊക്കെ നോക്കി ടൂറിസമായിട്ട് വികസിപ്പിച്ചെടുത്താണ്ടല്ലോ. അത് വളരെ അടിപൊളി സ്ഥലം തന്നെ കേട്ടോ ഇത്. ഈ മൊട്ടക്കുന്നുകൾ, ചെറിയ ചെറിയ കുന്നുകളുണ്ട് കേട്ടോ. ഈ കുന്നുകളൊക്കെ വഴികളുണ്ട്. ഇപ്പം വേറെ സ്ഥലങ്ങളിലേക്ക് യോജിപ്പിക്കാനായിട്ട് വഴികളൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഇപ്പം നിർത്തി വെച്ചേക്ക് വന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിനി ആ കാണുന്ന ആ കുന്നിൻ്റെ മേളിലേക്കാട്ടോ പോകുന്നത്. ആ വഴിക്ക് നമ്മുടെ കൂട്ടുകാരും അവരാരും പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് പോകുന്നത്. അതായത് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇവിടെ ഒന്നും പറയാനില്ല. നമുക്ക് പച്ചപ്പുകൾ മാത്രമേ കാണാറുള്ളൂ. നല്ല കാറ്റും നല്ല തണുപ്പും. ഈ കാറ്റുള്ളത് കൊണ്ടാണ് നമുക്ക് മഞ്ഞധികം കാണാത്തത്. അതുപോലെ ആ മലമുകളിൽ കണ്ടോ ചെറിയ മഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടേ. അതുകൊണ്ടോ അയ്യോ ഒരു രക്ഷയില്ല. അതിൻ്റെ അപ്രഭാവം എന്ന് പറയുന്നത് വാഗമൺ മലനിരകളാട്ടോ. വാഗമൺ പോകുന്ന വഴിയാണ്, നമ്മുടെ മൂലമറ്റത്ത് കയറി പോകുന്ന വഴി കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഒരു രക്ഷയില്ല. എന്താ പറയുക, ഈ നമ്മുടെ ഈ കുന്നിൻ പ്രദേശം ഇവിടെ വന്നാൽ ഇത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നമ്മൾ കണ്ടാൽ പറയല കേട്ടോ. ഇത് ശരിക്കും ഇടുക്കി ജില്ലയാണ്. നമ്മൾ എന്ത് ഭംഗിയാലേ. കോട്ടയം ജില്ല വഴിയാണ് കയറി വന്നത്. മേച്ചാലിയിൽ നിന്ന് കയറി വന്ന് കോട്ടയം ജില്ല വഴി കയറി വന്നത്. അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയുടെ അതിർത്തി കവർ ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കൂട്ടുകാരും മുന്നിലേക്ക് പോയി. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു മടുപ്പില്ല കേട്ടോ. ഇതൊക്കെ ആരെങ്കിലും കാണാൻ, ഇത് എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ ബുദ്ധിമുട്ടാട്ടോ. അതായത് ഈ വീഡിയോ കൂടെയൊക്കെ കണ്ട ഇവിടെ ആരെങ്കിലും വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഈ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ നേരത്തെ താമസക്കാരൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ഇത് പഴയ കാലത്തെ ഒരു വീട്. ഇത് ഇവിടെ പറമ്പിൽ നോക്കാൻ വരാനായിട്ടൊക്കെ അന്ന് ആ സമയത്തൊക്കെ ഇവിടെ താമസിക്കുന്നവരൊന്നും തോന്നട്ടോ. എല്ലാം പൂട്ടൊക്കെ ഉണ്ട്. ആൾക്കാർ ഇടയ്ക്ക് വന്നു പോകുന്ന. അത് നോക്കി, ആ പഴയ കാലത്ത് മൺകെട്ട് വെച്ച പണിത വീടാണോ ഇത്. ഇവിടുത്തെ കാലത്ത് ഇതൊന്നും കാണാനില്ല കേട്ടോ. എന്ത് ഭംഗിയല്ലേ.
സിമെൻറ്റ് കട്ടേനേക്കാളും നല്ല ക്ലിയർ ആയിട്ടല്ലേ നീ അത് പണിതേക്കുന്നത്. ഇത് ശരിക്കും ഞങ്ങളൊരു റോട്ടിൽ കൂടെയാണ് കയറി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ വാഹനങ്ങളൊന്നും അതികൂടെ പോകുന്നൊന്നുമല്ല കേട്ടോ. സഞ്ചാരം അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ആവശ്യക്കാർ പറമ്പിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. എന്താ അതുകൊണ്ട് ഈ റോഡിൽ മൊത്തം എനിക്ക് പുല്ല് വളർന്നിരിക്കുന്നത്. പുല്ല് പകഞ്ഞു മാറ്റി വേണം കയറിപ്പോകാൻ. ഈ വഴി കൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇത് നോക്കി എന്നാ താഴ്ചയിലെ വെള്ളം കുത്തി ഒഴുകി പോയത്. വലിയ ഗർത്തം പോലെ കേട്ടോ അതേ ഇവിടെ. ഇത് കണ്ടോ ഒരു ചെറിയൊരു ചെടി നിൽക്കുന്നത്. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ തന്നെ പറഞ്ഞേക്കാം. ഇതാണ് കാട്ടുപുകയില. അതായത് മുറിവൊക്കെ ഉണങ്ങാൻ നമ്പർ 1 സാധനം കേട്ടോ. ഇത് അരച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് മുറിവ് ഉണങ്ങും. ഇതങ്ങനെ എല്ലായിടത്തും കാണാനില്ല കേട്ടോ. ഇതിങ്ങനെ ഈ കാട്ടിലും മേട്ടിലേക്കാണ് ഈ സംഭവം കാണാനുള്ളൂ. എന്ത് അടിപൊളി ഒരു സ്ഥലമാണ് ഇത്. കുറച്ചുകൂടി ആ വഴി കൂടെ നടന്നു കയറി വന്നപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ എന്ത് നല്ലൊരു സ്ഥലമാണ് നോക്കിയത്. നല്ല നിരന്ന് കിടക്കുന്നു കേട്ടോ. നാച്ചുറൽ വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ ഇതൊക്കെ. ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്, നല്ല ഔഷധ ഗുണമൊക്കെയുള്ള വെള്ളം. അതിനെന്ന് വെച്ചാൽ വേറെ മാലിന്യങ്ങളൊന്നുമില്ല. ഇത് മണ്ണിൽ നിന്ന് പുറവെയായിട്ട് വരുന്ന നല്ല അടിപൊളി വെള്ളം. നോക്കി അതിൻ്റെ കളർ തന്നെ നോക്കി. ഇതുണ്ട് ഈ വെള്ളം കളറിൽ കിടക്കുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടോ? വെള്ളാറങ്കല്ലെന്ന് പറയും കേട്ടോ. അത് അറിയാവുന്നൊരു പഴയ കാലത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. അതായത് പഴയ കാലത്തൊക്കെ ഈ കത്തിയും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ മൂർച്ചയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത് ഈ കല്ലിൻ്റെ ഇത് പൊടിച്ചിട്ട് ഇതേലാണ് ഇന്ന് അരത്തിന് പകരം യാഗിക്കൊണ്ടിരുന്നത് കേട്ടോ. ആ സംഭവമാണ്, ആ കല്ലാണിത്. നമ്മൾ നടന്ന് കയറി വന്ന ആ മലയാട്ടോ ആ കാണുന്നത്. ആ ഇതുണ്ട് ചെറുതായിട്ട് റോഡ് കണ്ടത്. അത് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. നോക്കി നമ്മൾ എത്ര ദൂരം കടന്നു എന്നറിയാമോ? ഒരു കുഴി ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത മലയിലേക്ക് നമ്മൾ കയറിയേക്കുന്നത്. ഇത് പാവം നമ്മുടെ മണിക്കുട്ടൻ ഡ്രോൺ പറത്താൻ പറ്റാതെ ഇത് ഇവിടെ ഇരിക്കും കേട്ടോ. നല്ല കാറ്റാണ്, അതുകൊണ്ട് പറത്താൻ പറ്റത്തില്ല. ഇവിടെ ഇരിക്കും കേട്ടോ. കാറ്റ് മാറിയിട്ട് വേണം ഇനി ഇവനെ ഒന്ന് പ്രയോഗിക്കാൻ. അയ്യോ ഒരു രക്ഷയില്ലാട്ടോ. അതൊക്കെ മഞ്ഞ് കയറുന്നത്. ഇത് മലകൾ, ഇതേ വെള്ളച്ചാട്ടം ഉണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടം. ഒരു രക്ഷയില്ലാട്ടോ. ഇവിടെ വന്നാൽ ഭയങ്കര തണുപ്പ് കാറ്റാണ്, വിറയ്ക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ല തണുപ്പാണ് ഇവിടെ. എത്ര വെള്ളച്ചാട്ടം കാണാമെന്നറിയാമോ ഇവിടെ. കാറ്റിൻ്റെ ഒച്ച കേൾക്കാമോ? നല്ല ശക്തിയായ കാറ്റാണേ. Some peace in the stations that I throw on, but I wish there was a song with your name as the title. അപ്പോൾ കൂട്ടുകാരെ അത് കണ്ടോ, നമ്മൾ ഇത് ഇപ്പോൾ ആ മഞ്ഞ് മൂടി മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നത് നമ്മൾ കാണുന്നത് ഇല്ലിക്കക്കല്ല കേട്ടോ. അതിൻ്റെ താഴെ ചെറിയ കെട്ടിടങ്ങളൊക്കെ കണ്ടോ. അത് പഴുക്കാക്കാനം. അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുക. ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഞങ്ങളെ മൊത്തം മഞ്ഞ് മൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കണ്ടോ, ഇത് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ കട്ടിക്കയം. അവിടെ പഴുക്കാക്കാനത്ത് ഉള്ള കട്ടിക്കയം ഇത് ഈ കാണുന്ന കുന്നിൻ്റെ ഇടയ്ക്ക് കേട്ടോ. ആ 2 ഗ്യാപ്പ് കാണുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് കട്ടിക്കയം ഒഴുകുന്നത്. അല്ലേ ഇത് കണ്ണാടിപ്പാറ കേട്ടോ ഈ തൊട്ട് താഴെ കാണുന്നത്. കുറേ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇതല്ല, ഇതിൽ മേലെ നമുക്ക് കാഴ്ചകൾ കാണാം കേട്ടോ. ചുറ്റും കാണത്തില്ലാത്ത രീതി ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് വന്ന് ഞങ്ങളെ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ഇത്ര സുന്ദരമായ സ്ഥലമായിരുന്നു ഇത്. ഇതാട്ടോ, ഇതൊരു മാജിക്കൽ പ്ലേസ് തന്നെയാട്ടോ ഇത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് നല്ല തെളിവാണേ കേട്ടോ. ചുറ്റും മഞ്ഞ്. കുറച്ച് മുമ്പേ ഞങ്ങളെ വന്ന് നല്ല മഞ്ഞ് മൂടി ഒന്നും കാണത്തില്ലാത്ത രീതിയിലായിരുന്നു. ഈ നല്ല തെളിവും
മഞ്ഞ് കയറി വരുന്ന കാഴ്ച കണ്ടോ? ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ശാന്തമായി ഇരുന്ന് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരണം. ഈ സ്ഥലത്തിന് പ്രത്യേകിച്ച് ലൊക്കേഷനൊന്നും ഇല്ല കേട്ടോ, ലൊക്കേഷൻ പ്ലേസ് ഒന്നുമില്ല. മൊത്തം മഞ്ഞാണ്, ആ മലയിൽ മൊത്തം മഞ്ഞ. കാണുന്ന ഇല്ലിക്കമല, ഇല്ലിക്കക്കല്ലാണ്, അവിടെ മഞ്ഞ നമുക്ക് ഇവിടുന്ന് കാണത്തില്ല. കുറച്ച് മുമ്പ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നിടത്തൊക്കെ മഞ്ഞായിരുന്നേ, അതുകൊണ്ടോ ഇപ്പോൾ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നത്. മഞ്ഞ് മാറി മാറി പോകുന്ന നോക്കി, കാറ്റടിക്കുന്നതനുസരിച്ച് മഞ്ഞ് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ ഇത് കണ്ട, ഇത് ഇവിടെ ഒരു ഗേറ്റൊക്കെ ഇവിടെ ഇത് കെട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ, മുള്ളുവേലിയൊക്കെ വെച്ച് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് ആരൊരു പറമ്പാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവിടെ എന്തോ ഒരു ടെൻറ്റ് പോലെ എന്തോ ഉണ്ടായിരുന്നുണ്ട്, ടെൻറ്റ് എന്തോ ഷെഡ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ, എന്തോ പൊളിഞ്ഞു കിടക്കുന്നത്. ഇത് ആരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ എന്നാ ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയൊക്കെ ഉണ്ടാക്കിയതാണോ അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ എന്തോ ആൾക്കാരെന്തോ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഈ വഴിക്കൊക്കെ കയറി വരാൻ നമുക്ക് ഓഫ് റോഡ് 4 വീലർ ഡ്രൈവ് ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി വരാം കേട്ടോ. എന്നാലും റിസ്ക്കാണ്. എന്നാലും ഇതിൻ്റെ മേളിലേക്ക് വന്നപ്പോൾ കണ്ട നല്ല നിരന്ന് കിടക്കുന്ന പുൽമേടുകൾ നിരന്ന് കിടക്കട്ടോ. നല്ല പച്ചപ്പ് വിരിച്ച് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായി, അതുപോലെ തന്നെ മഞ്ഞിൽ വിരിഞ്ഞ ചെടികൾ വേണ്ട പച്ച വിരിച്ച് നിൽക്കുന്നത്. ഇത് പെട്ടെന്ന് കണ്ടാൽ ഇതെല്ലാം ഇത് വാഗമണ്ണാണെന്ന് കേട്ടോ പറയുള്ളൂ. നോക്കി വാഗമണ്ണ് പോലെ തന്നെ മൊട്ടക്കുന്നുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്കുണ്ട്. മഞ്ഞ് കയറിയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് വ്യക്തതയല്ല വേണ്ട. മഞ്ഞ് കയറിയത് ഒരു മൊട്ടക്കുന്നിലേക്ക് മഞ്ഞ് കയറി വരുന്നത്. എത്ര മൊട്ടക്കുന്നുകളുണ്ടെന്നറിയാം നമുക്ക് ഇവിടെ കയറി വന്നാലും. വാഗമണ്ണ വെല്ലുന്ന കാഴ്ചകളാണ് നമുക്ക് ഇത് ഇവിടെ കാണുന്നത്. നല്ല അടിപൊളി കാറ്റാണ് ഇവിടെ. കാറ്റിൻ്റെ ശക്തി ഒന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഉണ്ടോ കോട്ട കേട്ടോ, ഈ പോട്ട് കൊമ്മ നിൽക്കുന്ന പോലെ കാറ്റത്ത് പറന്ന് നിൽക്കുന്നത്. ഇതൊക്കെ പണ്ടോ പ്രത്യേക കാറ്റാണ്. അങ്ങനെ കൂട്ടുകാരെ ഇത് ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. കറക്റ്റ് ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി, എല്ലാവരും കോട്ടിട്ടു. ഇനി ഞാനും കോട്ടിടാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഓർക്കാൻ ഞാനെന്ത് കോട്ടിടാത്തതെന്ന്. അപ്പം ഞാനും കോട്ടിടാൻ പോവാം. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒന്ന് കോട്ടിടാൻ നിൽക്കുന്ന ചാറ്റിലുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഇത് അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ്, ആർക്കും അങ്ങനെ അറിയത്തില്ല. അതുപോലെ ഇങ്ങോട്ട് കയറി വരാൻ കുറേ കഷ്ടപ്പെട്ടു. വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 5-6 കിലോമീറ്റർ നടന്നാണ് കയറി വന്നത്. അതുപോലെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ഇതുപോലത്തെ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.